ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. വീടും പൂട്ടി ഇറങ്ങിയപ്പോഴത്തേക്കിന് ദോ പോയി, എന്നെ കളഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോയി. എന്നെ ഇത്രയും നടത്തിച്ച എന്തിനാന്തോ. സ്കൂളിൽ എക്സാമും ക്രിസ്മസ് സെലിബ്രേഷനും ഒക്കെ കഴിയുന്നതിൻ്റെ അന്ന് കേശപ്പനെ വെളിയിൽ കൊണ്ടുപോകണമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്നങ്ങനെ ഞങ്ങൾ ഇന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ ക്രിസ്മസിൻ്റെ 2 ദിവസം മുമ്പൊക്കെ എന്തോ ഇടുകയുള്ളൂ തോന്നുന്നു കേട്ടോ. പക്ഷെ എല്ലാം ആക്കിയിട്ടൊക്കെ ഉണ്ട്. കനകക്കുന്നിലാണ് കേട്ടോ ഈ ലൈറ്റൊക്കെ കാണുന്നത്. അപ്പം ഇവിടെ ഫിലിം ഫെസ്റ്റിവലും പിന്നെ ഇനിയും ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാംസുകളൊക്കെ ഇതിനകത്ത് കാണുമല്ലോ. അതൊക്കെ ന്യൂ ഇയർ കഴിഞ്ഞ ഒരാഴ്ചയും കൂടിയൊക്കെ ഉണ്ടാവും തോന്നുന്നു, കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ വെളിയിലൊക്കെ മരത്തിലൊക്കെ ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനിയും ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നെയോ അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നത് ഓപ്പൺ ആക്കുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഞങ്ങളത് കുമാരപുരത്ത് എത്തിയപ്പോഴത്തേക്കിന് അവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ അമ്പലത്തിലെ പായസം ഞങ്ങൾ ഇതുപോലെ സ്ഥിരം കുടിച്ചിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി പായസമൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ചൂട് പായസമായിരുന്നു. കേശപ്പനാണെങ്കിൽ ചൂട് പായസം എന്നൊക്കെ പറഞ്ഞ് എന്തോ കലിപ്പ് മുഖമൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പായസമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ലുലു മാളിലോട്ടാണ് പോയത് കേട്ടോ. അവിടെ എന്തോ വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം തന്നെ അങ്ങോട്ടങ്ങ് പോയി കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഇറങ്ങിയിട്ടേ വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടെ പോയി കറങ്ങിയൊക്കെ സമയം പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടായിരുന്നു പോയത് കേട്ടോ. ഇവിടെ വന്നിറങ്ങിയപ്പോഴത്തേന് കേശപ്പൻ്റെ തോളിൽ കയറിയിരിക്കണമെന്ന് പറഞ്ഞത് തോളിൽ കയറിയിരിക്കുക കേട്ടോ. അതെന്ത് പൂതി വന്നതാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കിന് ഇനി എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞ് അവൻ താഴെ നിർത്തിച്ച്. പിന്നെ അവൻ്റെ ഓട്ടവും ബഹളവും തന്നെയായിരുന്നു. ഇതാട്ടോ ഞാൻ പറഞ്ഞ ക്രിസ്മസ് ട്രീ കേട്ടോ. നല്ല ഉയരത്തിലുള്ളതായിരുന്നു കേട്ടോ. എനിക്കെന്നാൽ ലുലുമാളിൻ്റെ അത്രയും പൊക്കത്തിലായിരുന്നു തോന്നുന്നു. നല്ല ഭംഗിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും വരുന്നവർ ആദ്യമേ ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ തന്നെ. എല്ലാവരും ഫോട്ടോ എടുക്കുകയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങളും പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഷോയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നല്ല രസമുണ്ട് അത് കാണാനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കേശപ്പന് പിന്നെ അതേ ബാക്കി വരുന്നുണ്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവൻ വേറെ എവിടുന്നോ വരുന്നെന്നുള്ള ഭാവത്തിലാണ് അവൻ നടക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങളങ്ങ് നടന്നു അങ്ങനെ. പിന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. 1-2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വാങ്ങിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് എവിടെ പോയാലും എല്ലാ സാധനങ്ങളും ഒന്ന് പെറുക്കി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലല്ലോ. എല്ലാത്തിൻ്റെയും റേറ്റൊക്കെ നോക്കി പിന്നെ ഇതൊക്കെ കണ്ട് നടക്കാൻ തന്നെ ഒരു രസമല്ലേ. എന്താ ഇത് ഇത്രയും കാണുമ്പോഴത്തേക്കിന് നമുക്ക് ഓരോന്നും എടുത്തെടുത്ത് നോക്കാൻ തോന്നില്ല. അങ്ങനെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് നമ്മൾ ക്രിസ്മസ് ട്രീ, പുൽക്കൂട് അങ്ങനത്തെ അതിനകത്ത് വെക്കുന്ന സാധനങ്ങൾ, കേക്ക്, പിന്നെ ട്രീ, മറ്റേ സ്റ്റാർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ചാണ്ടിയുടെ തൊപ്പി, അങ്ങനെയെല്ലാം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങാം കേട്ടോ. പിന്നെ അങ്ങനെ എല്ലായിടവും ഒക്കെ കറങ്ങി ചുറ്റി പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങിയായിരുന്നേ.
പിന്നെ ഇതേ ചേട്ടാ അവിടെ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് സാധനമൊക്കെ വാങ്ങിച്ചത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വേറെ എങ്ങോട്ടും പോകാനുള്ള പ്ലാനിങ്ങിലൊക്കെ വന്നായിരുന്നു കേട്ടോ. അവിടെ തന്നെ കറങ്ങി ചുറ്റിയൊക്കെ സമയമൊക്കെ പോയി കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിലോട്ടൊക്കെ പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണേ.